സ്വരാജ് മത്സരിച്ച തൃപ്പൂണിത്തുറയും മറ്റൊന്ന് നമ്മളെ മേഴ്സിക്കുട്ടി അമ്മ മത്സരിച്ച കുണ്ടറയും. ഈ 2 സീറ്റും അതിദയനീയമായി തോറ്റു. LDF തെരഞ്ഞെടുപ്പ് സമയത്ത് സ്വരാജ് അന്ന് ജയിച്ചാൽ ഈ LDF തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ സ്വരാജ് മന്ത്രിയാകുമെന്ന് ഉറപ്പായിരുന്നു. ഇനി അതിദയനീയമായി പൊട്ടി പാളിസാകുമെന്നുള്ളത് ഉറപ്പല്ലേ? ഈ 19-ാം തീയതി കാത്തിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന CPM സുഹൃത്തുക്കൾ പോലും ഉറപ്പാണ് സ്വകാര്യമായി ആര്യാടൻ വോട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയം കൂടി. ഇപ്പൊ മലപ്പുറത്തേക്ക് വരുമ്പോൾ മലപ്പുറത്തെ UDF രാഷ്ട്രീയത്തിലെ 2ാം കക്ഷിയായ മുസ്ലിം ലീഗ് ഇവിടെ യഥാർത്ഥത്തിൽ 1ാം കക്ഷിയാണ് UDF രാഷ്ട്രീയത്തിനകത്ത്. ആ 1ാം കക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിന് തന്നെ ഇവിടുത്തെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള പല അതൃപ്തികളുണ്ട്. ഹമീദ് മാഷിനെ പോലുള്ള MLA മാർ അത് പരസ്യമായി മാധ്യമങ്ങളുമായി പങ്കുവച്ചു. ലീഗ് യോഗത്തിൽ അത് വളരെ ശക്തമായി പ്രതിപക്ഷ നേതാവിന് എതിരെ അടക്കം വലിയ വിമർശനങ്ങൾ ഉയർന്നു, വാർത്തയായി വന്നു. അന്ന് അതേക്കുറിച്ച് ഡോക്ടർ MK മുനീറിനോട് ചോദിച്ചപ്പോൾ ഇതിനകത്ത് നടന്ന ചർച്ചകളിൽ അതേക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനാവില്ല എന്നാണ് പറഞ്ഞത്. അതല്ലാതെ അങ്ങനെ സംഭവിച്ചിട്ടില്ല, പ്രതിപക്ഷ നേതാവിനെതിരെ വിമർശനം ഉയർന്നിട്ടില്ല, വാർത്തകൾ തെറ്റാണ് എന്നല്ല മുനീർ പറഞ്ഞത്. ഹമീദ് മാഷ് അത് കുറെ കൂടി സ്പഷ്ടമായി പരസ്യമായും അതൃപ്തി പറഞ്ഞു വെച്ചു. അങ്ങയുടെ പാർട്ടിയെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അതായത് എനിക്ക് നേരത്തെ പറഞ്ഞു തന്നെ പറയുന്നത്, നമ്മൾ തെരഞ്ഞെടുപ്പിൽ എന്താണ് ചർച്ചയാക്കേണ്ടത്? നിങ്ങൾ വിവാദങ്ങൾ ചർച്ചയാക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടം. വികസനവും പറയട്ടെ, ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. പറയട്ടെ, ഈ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ട്, ഉണ്ടല്ലോ, ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വികസനം ചർച്ചയാക്കുക. വിവാദങ്ങൾ, അതായത് ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഊഹങ്ങളുടെ നേതാക്കന്മാർ തന്നെയല്ലേ ഇത് പറഞ്ഞത്? ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കാൻ കോൺഗ്രസുകാരെക്കാൾ മുന്നിൽ മുസ്ലിം ലീഗുകാരെക്കാൾ കൂടുതൽ ആവേശത്തിൽ CPMകാർ ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കാൻ വേണ്ടി 19-ാം തീയതി കാത്തിരിക്കുകയാണ്. അത്ര ദുരിതമാണ്. അങ്ങനെയാണെങ്കിൽ 16 അവർ ജയിപ്പിക്കത്തില്ലേ?